എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു ഈ ആഴ്ച? ഇന്നലെ ആർക്കൊക്കെ എക്സ്ട്രാ ഇമോഷണലായിട്ട് ഫീൽ ചെയ്തു? എന്താ അറിയോ, ഇന്നലെ പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. കാരണം ഇന്നലെ സൂപ്പർ ഫുൾ മൂണായിരുന്നു. പൗർണമി സൂപ്പർ മൂണായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ഇമോഷൻസ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വല്ലാത്ത സങ്കടവും ദേഷ്യവും ആങ്സൈറ്റിയും വിഷമവും അങ്ങനെ സ്നേഹമായാലും അതും കുറച്ച് ഡബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ഈ ഫുൾ മൂണിൻ്റെ എഫക്റ്റ്, ഈ കഴിഞ്ഞു പോയി ഫുൾ മൂണിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ മേലെ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നാണ്. ഓക്കെ, എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകളിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടോ എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. അവരും ഇമോഷണലായിട്ട് തന്നെ ചിന്തിച്ച് കാണുമല്ലോ ഇന്നലെ. അതൊക്കെ എന്ത് ചേഞ്ചസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഫുൾ മൂണിൻ്റെ എഫക്റ്റ് കാരണം ഉണ്ടാവാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തുടങ്ങട്ടെ. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുമായി എത്രത്തോളം റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ എക്സാക്റ്റ് സിറ്റുവേഷനൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ജനറൽ റീഡിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ ഫുള്ള് നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെന്നില്ല. അതിൽ പറയുന്നത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്താൽ മതി എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഒരുപാട് സന്തോഷിക്കാൻ വേണ്ട, ഒരുപാട് സങ്കടപ്പെടുകയും വേണ്ട, ഒരു ന്യൂട്രലായിട്ട് നിന്ന് കാണുക. ഓക്കെ, വല്ലാതെ സ്ട്രെസ്സ് തോന്നുകയാണെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ്ങിന് പോവുക കേട്ടോ. അല്ലെങ്കിൽ നാളെ 11 മണിക്ക് ഞാൻ ലൈവ് വരുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ലൈവാണ് വീണ്ടും. ലാസ്റ്റ് ട്യൂസ്ഡേ വരാൻ സാധിക്കാത്തവർ ഫ്രൈഡേ വന്നോളൂ കേട്ടോ. ട്യൂസ്ഡേ വന്നവർ ഫ്രൈഡേ ദയവായി ജോയിൻ ചെയ്യാതിരിക്കുക. എനിക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ റിപ്ലൈ ചെയ്തതാണെന്ന് തോന്നി ഞാൻ സ്കിപ്പ് ചെയ്ത് പോകും കേട്ടോ. ആരും അല്ല റിപ്ലൈ ചെയ്തില്ല എന്നൊന്നും പറഞ്ഞ് എനിക്ക് ഒരുവിധം പേരുകൾ ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അതേ ക്വസ്റ്റ്യൻസ് അതേ ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് അടുത്ത ആളിലേക്ക് പോകും. ഓക്കെ, നേരത്തെ പറയുകയാണ്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകും, സമയം കളയണ്ട. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഈ കഴിഞ്ഞ സൂപ്പർ മൂൺ, ഫുൾ മൂൺ എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ ഏത് തരത്തിലാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്? അവരുടെ പാർട്ട്ണറുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചിന്തകളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നല്ല രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ എന്ന് കാണിച്ചു തരും. ഫുൾ മൂണിൻ്റെ എഫക്റ്റ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ ഏത് തരത്തിലാണ് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരും. എടുക്കാനേ ക്വീൻ ഓഫ് വാൻഡ്സ്, ലവേഴ്സ്, ഹാങ്ഡ് മാൻ, ഓക്കെ, ടെമ്പറൻസ്, ഗുഡ്, ക്വീൻ ഓഫ് കപ്സ്, ഗുഡ്, the star, queen of swords, 10 of pentacles, okay, strength, page of swords, king of pentacles, 3 of cups, 9 of swords, bottom of the deck. ക്ലാരിഫൈ ചെയ്തിട്ടേ ബാക്കി പറയുള്ളൂ. ഓക്കെ, ഡോണ്ട് വറി. ക്ലാരിഫൈ ക്വീൻ ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് വാൻഡ്സ്. എന്തുകൊണ്ടാണ് ക്വീൻ ഓഫ് വാൻഡ്സ് അവിടെ വന്നത്? എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ച്? ക്വീൻ ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നമുക്കറിയാം അവർക്ക് നിങ്ങളോട് സ്നേഹം മാത്രമല്ല റെസ്പെക്റ്റും ഉണ്ട്. വളരെയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട്, അല്ലേ? അട്രാക്ഷൻ, സ്നേഹത്തോടൊപ്പം തന്നെ അട്രാക്ഷനും ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. The Chariot, 4 of Wands, Ace of Wands. നിങ്ങളുമായിട്ട് ഒരു പുതിയ ബിഗിനിങ് വേണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് ബിഗിനിങ് തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഒപ്പം. ഒരു 4 of Wands വെച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു ലവ് പ്രപ്പോസലൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായി കാണുന്നു. ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ
നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ്, അവർ ജഗിൾ ചെയ്തിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പരസ്പര സ്നേഹം ഉണ്ടെന്നൊക്കെ അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷെ ഒരു തീരുമാനം എടുക്കാതെ നിങ്ങൾ ഹാങ്ങിങ്ങിൽ നിർത്തിയിരിക്കുകയായിരുന്നെങ്കിൽ അവരൊരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഉടനെ തന്നെ ഒരു പ്രപ്പോസൽ, ഒരു കല്യാണം, ഒരു എൻഗേജ്മെൻറ്റ്, എന്തെങ്കിലും ഒരു രീതിയിൽ റിലേഷൻഷിപ്പ് 1 സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അവർ തീരുമാനമെടുക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നല്ല ഒരു പോസിറ്റീവ് ചേഞ്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവിടെ വരുന്നതായിട്ട് കാണുന്നത്. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്കറിയാം, അവർ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് വളരെ അധികം സ്നേഹമാണ്. നിങ്ങൾ അവരുടെ ഒരു സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ബാക്കിയെല്ലാം ക്ലാരിഫൈ ചെയ്യുന്ന സ്ഥിതിക്ക് ഇതും ക്ലാരിഫൈ ചെയ്തേക്കാം. ക്ലാരിഫൈ ലവേഴ്സ് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നറിയാമല്ലോ. ക്ലാരിഫൈ ലവേഴ്സ് അവിടെ എന്ത് ചേഞ്ച് വരാനാ? ഏസ് ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻഡ്സ്. വീണ്ടും അതിയായ സ്നേഹം അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത് സൂപ്പർ മൂൺ, ന്യൂ മൂൺ, ഫുൾ മൂൺ ഒക്കെ വരുമ്പോൾ ഈ സ്നേഹമൊക്കെ ഡബിളാവും. നമുക്ക് മിസ്സിങ് ഫീലിംഗ് ഡബിളാവും. ഓക്കെ, വല്ലാതെ മനസ്സ് വിങ്ങുന്ന പോലെയൊക്കെ തോന്നും. സ്നേഹം കൂടിയിട്ട് വല്ലാതെ മനസ്സ് എന്തോ പോലെയൊക്കെ ആവുന്ന പോലെയൊക്കെ തോന്നും. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന. മൂൺ നമ്മളുടെ ഇമോഷൻസിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മളെ തള്ളിവിടാറുണ്ട്. അങ്ങനെയെല്ലാം. എസ്പെഷ്യലി വെൻ യു ആർ ഇൻ ലവ്, നിങ്ങൾ സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ അത് ഡബിളായിട്ട് ഫീൽ ചെയ്യും. അതേപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ കേട്ടോ. നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. കാണണം, സംസാരിക്കണം, മെസ്സേജ് അയക്കണം. നിങ്ങളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അയച്ച മെസ്സേജസ് ഇവർ വീണ്ടും കേട്ടിട്ടുണ്ടായിരിക്കും, എടുത്ത് വായിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. അവിടെ ആ സ്നേഹം കൂടുതൽ ദൃഢപ്പെടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. വല്ലാതെ മിസ്സിങ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ്. നിങ്ങളെ കാണാതിരിക്കുമ്പോൾ കാണണം എന്നുള്ള ഫീലിംഗ്, അത് വെൻ യു ആർ ഇൻ ലവ് അത് ഉണ്ടാവാറുണ്ടല്ലോ. നിങ്ങളുടെ സ്നേഹം ഒന്നുകൂടെ ദൃഢപ്പെടുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ദ ഹാൻഡ് മാൻ. ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിലൊക്കെ ആയിരുന്നെങ്കിൽ എന്താണ് മാറ്റം വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അവിടെ ഫാമിലി ആയിരുന്നു ഒരു തടസ്സമായിട്ട്. 10 ഓഫ് കപ്സ് ആണ്, 6 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 8 ഓഫ് വാൻഡ്സ്. ഫാമിലിയുടെ എതിർപ്പ് മൂലം അവിടെ അവരൊരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ആയിരുന്നെങ്കിൽ, അതായത് ഒരു തീരുമാനം എടുക്കാതെ അവർ നിൽക്കുകയായിരുന്നു. അവരുടെ ഫാമിലിക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് അവിടെ വളരെ അത്യാവശ്യമായിരുന്നു എന്നൊരു സിറ്റുവേഷനൊക്കെ ആയിരിക്കണം. ഇവിടെ അവർ മാരീഡായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഫൈനാൻഷ്യൽ സപ്പോർട്ടാണ് അവിടെ കൂടുതലായിട്ടും കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പാരൻ്റൽ സപ്പോർട്ട് അങ്ങനെയൊക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി കാണാനേനെ എന്നെത്തി പഠിപ്പിക്കുക, അങ്ങനത്തെ കാര്യം മൂത്ത ആളായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടല്ലോ. ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ, ഫാമിലിക്ക് വേണ്ടി കടം വാങ്ങിച്ചിട്ടുണ്ടാവാം. അങ്ങനത്തെ സിറ്റുവേഷൻസാണ് അവിടെ കാണുന്നത്. അവിടെ ഒരു സ്പൗസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഫൈനാൻഷ്യൽ തടസ്സമായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു തടസ്സമായിട്ട് അവിടെ നിന്നിരുന്നെങ്കിൽ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ്. അവർ നിങ്ങളെ വിട്ടു പോകുന്ന കാര്യമൊന്നും തീർച്ചയായിട്ടും ആലോചിക്കുന്നില്ല. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണം, സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റണം എന്നൊക്കെ തന്നെയാണ് ഇവരുടെ മനസ്സിൽ. ഇവർക്ക് ഇന്നലെ നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്നൊക്കെയുള്ള ഭയങ്കര തീവ്രമായിട്ടൊരു ആഗ്രഹം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് മിക്കവാറും അവർ നിങ്ങളെ വിളിച്ചും കാണും. നിങ്ങളിത് കാണുന്നതിന് മുന്നേ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാണണം. കാരണം അത്ര വളരെ തീവ്രമായിട്ട് അവർക്ക് ആ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ലല്ലോ, നമ്മൾ ഈ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് ഇരിക്കുവാണല്ലോ എന്നുള്ളൊരു മനസ്താപം ഉണ്ടാവുമല്ലോ, അത് അവർക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ കാര്യമാണ് ഈ പറയുന്നത്. സൂപ്പർ മൂണിൻ്റെ സമയത്ത് ഇവർക്ക് എന്തായിരുന്നു തോന്നിയത് എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇനി എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇവർ നിങ്ങളുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യും. നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും ഇന്നതാണ് സിറ്റുവേഷൻ, വെയിറ്റ് ചെയ്യണം, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം, നമുക്കിത് ഒരു ആ റെസ്പോൺസിബിലിറ്റി ഒന്ന് സെറ്റിലായതിനു ശേഷം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ളൊരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ഇവരുടെ ഭാഗത്തു നിന്നും വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ദ ടെമ്പറൻസ്.
അവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ്, മൂൺ ആൻഡ് ദ ടവർ ആണ് കേട്ടോ. അവിടെ ഒരു സെപ്പറേഷനിലാണ് നിങ്ങൾ, സെപ്പറേഷനിലാണ്. അവർ ഫാമിലിക്ക് മുൻതൂക്കം കൊടുത്ത് നിങ്ങളെ വിട്ടുപോയി എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ഫാമിലിയെ അവർക്ക് വിട്ട് പോരാൻ പറ്റില്ല. ഇത് മിക്കവാറും സ്പൗസ്, കുട്ടികൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. ഒട്ടും വിട്ടു പോരാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അവർക്കവിടെ. അവിടെ അവർ ശ്രമിക്കുന്നത്, അവർക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളെപ്പോലെ തന്നെ ഒരു ഇമോഷണലി അപ്സ് ആൻഡ് ഡൗൺസ് ഇന്നലെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഒരു ടവ് മൂമെൻറ്റ് തന്നെയാണ്. ഓക്കെ, അവിടെ ഇവർ ഒരു ഹീലിങ്ങിന് ട്രൈ ചെയ്യുന്നതായിട്ട്, ഇന്നലെ അവർ ഹീലിംഗ് റിച്വൽസ് എന്തെങ്കിലും ചെയ്ത് കാണും. നിങ്ങളെപ്പോലെ തന്നെ അവരും ഏതെങ്കിലും ടാരോ റീഡറോ ജോത്സ്യനെയോ അങ്ങനെ എന്തെങ്കിലും ഒക്കൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരെയോ ഇവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ന്യൂ മൂൺ, ഫുൾ മൂൺ ടൈമിലൊക്കെ നമ്മൾ മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാവരും സജസ്റ്റ് ചെയ്യും. ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഹീലിംഗ് ആരോ അവർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള മെഡിറ്റേഷൻസോ കാര്യങ്ങളോ ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യാൻ തീരുമാനിക്കുന്നതായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ക്രിസ്റ്റൽസ് ധരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഒരു ഇമോഷണൽ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. അവർ ആ ഹീലിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് കംപ്ലീറ്റ് സെപ്പറേഷനിലായവരാണേ. ഇനി ക്വീൻ ഓഫ് കപ്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്. Page of Swords, Ace of Pentacles and Death Rebirth. അത് ഇവർ നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ട്, ഭയങ്കര ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെ വിളിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ തന്നെ അവരൊരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും അവർ ചിലപ്പോൾ ഒരു റെസ്പോൺസ് ഒന്നും ഇല്ലാതെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നതാണെങ്കിൽ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീണ്ടും ഒരു മെസ്സേജ്, കോണ്ടാക്റ്റ് ഒക്കെ വരാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട്. അങ്ങനെ അവർക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങളെ പ്രതി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ അവർ വീണ്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഇമോഷൻസ് ഇന്നലെ കുറച്ച് കൂടുതലായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, മിസ്സിങ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. പലർക്കും കോൾ, മെസ്സേജ് ഒക്കെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ക്ലാരിഫൈ ദ സ്റ്റാർ. ഓൾറെഡി വന്നും കാണും ചിലപ്പോൾ. ക്ലാരിഫൈ ദ സ്റ്റാർ, ക്ലാരിഫൈ ദ സ്റ്റാർ, ക്ലാരിഫൈ ദ സ്റ്റാർ. മജീഷ്യൻ, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എംപ്രസ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. അവർ വിചാരിക്കുന്നത് നിങ്ങൾ അവരുടെ, ഓൾറെഡി അവർക്ക് ആ ചിന്തയാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒന്നാമത്തെ ആളാണ്. ലൈക്ക് യു ആർ ദ താരം അവരുടെ ലൈഫിലുള്ള. നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ അവർക്ക് നിർത്താൻ സാധിക്കാറില്ല. നിങ്ങൾ അവരുടെ ലൈഫിലെ എംപ്രസ് ആണ്. ഓക്കെ, എംപ്രസ് അറിയാലോ, നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് ഒരിക്കലും അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് തന്നെ അവർ ഉറപ്പിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ ഫുൾ മൂണോടുകൂടി ആ തീരുമാനം ഒന്നുകൂടെ ഉറച്ചു എന്നുള്ള രീതിയാണ്. അവരൊക്കെ നിങ്ങളെ വന്ന് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഒരു പക്ഷേ ഒരു ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യവും അവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടായിരിക്കും ഇവർ നിങ്ങളെ കാണാൻ വരുന്നുണ്ടാവുക. നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഫീൽഡിനെ പറ്റിയിട്ടൊക്കെ ഇവർക്ക് നിങ്ങളുടെ ആ കഴിവ് ഉണ്ടല്ലോ, ജോലി ചെയ്യാനുള്ള കഴിവ്, എസ്പെഷ്യലി നിങ്ങൾ എന്തിലെങ്കിലും ഇപ്പോൾ ഒരു പാട്ട് പാടുന്ന ആളായിരിക്കാം, ഡാൻസർ ആയിരിക്കാം, പെയിൻറ്റർ ആയിരിക്കാം, വരയ്ക്കുന്ന അങ്ങനത്തെ എന്തോ ഒരു ഫീൽഡ്, നിങ്ങൾ നല്ല ടീച്ചറായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആ ഫീൽഡിൽ നിങ്ങൾക്കുള്ള കഴിവിനെ ഇവർക്ക് ഭയങ്കര അപ്രിസിയേഷനാണ്. ഓക്കെ, മെയിൻ അതും വരെ നിങ്ങൾ അവിടെ ഒന്നാമതാണ് എന്നവർക്ക് തോന്നാറുണ്ട്, ആ ഫീലിംഗ് വരാറുണ്ട് കേട്ടോ. ഈവൻ ഒക്കൾട്ട് റിലേറ്റഡ് ആയിരിക്കാം, ലൈക്ക് ടാരോ റീഡിങ് ചെയ്യുന്ന ഒരാളായിരിക്കും, അതിൽ ബെസ്റ്റാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്തോ ഒരു നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ ഒന്നാമതാണ്, ഏറ്റവും നല്ലതായിട്ട് ആ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന് കാണാനും നല്ലൊരാളായിരിക്കണം എന്ന്
തന്നെയാണ് കാണുന്നത് കേട്ടോ. എല്ലാം കൊണ്ട് ഇവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നീ വിട്ടു പോകാനൊന്നും അവർക്ക് സാധിക്കില്ല എന്ന് തന്നെ അവർ നിശ്ചയിച്ചുറപ്പിച്ചു. നിങ്ങളെ കാണാൻ വരും ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്. അവിടെ ഇച്ചിരി പ്രാക്ടിക്കാലിറ്റിയോ എന്തൊക്കെയോ. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്. 2 ഓഫ് പെൻറ്റക്കിൾസ്. കിങ് ഓഫ് സോർട്സ്. 4 ഓഫ് സോർട്സ്. അവിടെ തടസ്സമാണ് കാണുന്നത് കേട്ടോ. ഈഗോ ഇഷ്യൂ ആണ്. രണ്ടുപേരും തന്നെ ഈഗോ വിട്ടുകൊടുക്കാതെ ഉറച്ചു നിൽക്കുന്നതായിട്ട്. നിങ്ങളൊരു കപ്പിളായിരിക്കാനും സാധ്യതയുണ്ട്. കിങ് ഓഫ് സോർട്സ് ആൻഡ് ക്വീൻ ഓഫ് സോർട്സ് സെയിം ജോൺറയിലുള്ള 2 കാർഡ്സ് കപ്പിളായിട്ട് വരുമ്പോൾ മിക്കവാറും നിങ്ങൾ പരസ്പരം കല്യാണം കഴിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം. അവിടെ വഴക്ക്, ഈഗോ, ഓക്കെ, രണ്ടുപേരും സോറി പറയാൻ തയ്യാറല്ലാതിരിക്കൽ, അതിൻ്റെ പേരിൽ സ്ട്രെസ്സ്, വഴക്ക്, ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഇന്നലെ കൂടിയിട്ടുണ്ടായിരിക്കും. ആ ഈഗോ ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ദേഷ്യം തോന്നിയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത്. നിങ്ങൾ മാരീഡാണോ അല്ലയോ, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് കൂടുതലായിട്ടും സ്പൗസായിട്ട് കാണുന്നു. അല്ല, നിങ്ങൾ മാരീഡ് അല്ല, റിലേഷൻഷിപ്പിലാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഈഗോ അവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇന്നലെ വല്ലാതെ നിങ്ങളെ ജഗിൾ ചെയ്യിച്ചതായിട്ട്, മാനസികമായിട്ട് നിങ്ങളെ ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഇടുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ മാത്രമല്ല അവരെയും. ഓക്കെ, രണ്ടുപേരും ഇപ്പോഴും സോറി പറയാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ആ ദേഷ്യവും ആ ഈഗോ എന്ന് പറഞ്ഞ ഫീലിങ്ങും ഒക്കെ നല്ല കുറച്ച് കൂടിയതായിട്ടാണ് കാണുന്നത് കേട്ടോ. പറഞ്ഞ് സംസാരിച്ച് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെ ട്രൈ ചെയ്തൂടെ. ആ ദേഷ്യം ഇതൊക്കെ വഴക്കൊക്കെ മനസ്സിൽ വെച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. പറഞ്ഞ് സംസാരിച്ച്, എസ്പെഷ്യലി നിങ്ങൾ സ്പൗസൊക്കെ ആണെങ്കിൽ പരസ്പരം സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാമല്ലോ. അല്ല, ഇൻ റിലേഷൻഷിപ്പാണ്, ചില തെറ്റിദ്ധാരണയൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഈഗോ ഇഷ്യൂ ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി, ക്ഷമയായിട്ട്, വഴക്കിട്ടിട്ടല്ല, ക്ഷമയോടെ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റാൻ ശ്രമിച്ചൂടെ. അത്രയും സ്ട്രോങ് ആയിട്ടൊരു ഈഗോ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. ദി എംപറർ. അവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 7 ഓഫ് കപ്സ്. അവർക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ആണ്. മെയിനായിട്ട് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക, ഫൈനാൻഷ്യൽ പ്രോബ്ലങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെയൊക്കെ അതിനെ പറ്റിയിട്ട് കൂടുതൽ ബോധേഡാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ നിങ്ങളോടുള്ള എനർജി കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ അവരുടെ ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടും അവരുടെ സ്റ്റെബിലിറ്റി, അവരുടെ പ്രൊട്ടക്ഷൻ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അതിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട്, ആ ഏജ് ഗ്യാപ്പ് കാരണം ഇവരൊന്ന് മടിച്ച് നിൽക്കുന്നതായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത്. കുറച്ചൊരു കൂടുതലായിട്ട് സെൽഫ് കെയർ, സെൽഫ് ലവ്, ആ ഒരു മേഖലയിലേക്ക് ഇവർ പോകുന്നത് പോലെ. സ്വന്തം കാര്യം ശ്രദ്ധിക്കാം. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതും ഒരു കാര്യമാണ്. ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി അവരുടെ ചുമലിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും സാധിക്കില്ല എന്നുള്ള രീതി. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ആ സിറ്റുവേഷൻ അങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത്. കേസ് ബൈ കേസ് എടുത്തോളുക. ഓക്കെ, നിങ്ങൾക്ക് കാർഡ്സ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഇച്ചിരി ബാക്കിലേക്ക് വെച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഒരു അലൈൻമെൻറ്റ് വേറെ പോലെ തോന്നുന്നു നിങ്ങൾക്ക്. ഞാൻ ഡെക്കും മാറ്റി, മറ്റേ ഒറിജിനൽ യൂസ് ചെയ്ത ഡെക്ക് തന്നെ എടുത്തു. കാരണം മറ്റേ ഡെക്കിൽ കാർഡ്സ് കുറേ എടുത്തു, അത് കാരണം 3 കാർഡ് വെച്ച് എടുക്കുന്നുണ്ടേ. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. ക്ലാരിഫൈ ദ സ്ട്രെങ്ത്. ക്ലാരിഫൈ ദ സ്ട്രെങ്ത്. ക്ലാരിഫൈ ദ സ്ട്രെങ്ത്. അവിടെ 2 ഓഫ് വാൻഡ്സ്, എംപ്രസ് ആൻഡ് 8 ഓഫ് സ്വാർഡ്സ്. അവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. എന്ത് തന്നെ ജഗ്ലിംഗ് സിറ്റുവേഷൻ ആയാലും ഒന്നുകിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. എന്തോ ഒരു കൺഫ്യൂഷൻ അവരുടെ മനസ്സിൽ ഉണ്ട്. ലോങ് ഡിസ്റ്റൻസും ആയിരിക്കാം കേട്ടോ. എന്ത് തന്നെ ആയാലും അവർ നിങ്ങളെ പ്രതി ഹൈലി ഇംപ്രസ്ഡ് ആണ്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ ഇംപ്രസ് സാന്നിധ്യമാണ്.
അവരൊന്ന് സംശയിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് തീരുമാനമെടുക്കാം എന്നുള്ള രീതിയിൽ അവരൊന്ന് സംശയിച്ച് ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുകയായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നല്ലൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ഒന്നും അവരുടെ ലൈഫിൽ സാധ്യമല്ല, അതിന് ശ്രമിച്ചിട്ടും കാര്യമില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവർ ഫോഴ്സ്ഫുള്ളി ശ്രമിച്ചാലൊന്നും നിങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് പോവില്ല എന്നുള്ളൊരു മെൻ്റൽ ക്ലാരിറ്റി അവർക്ക് അവിടെ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്. ഓവറോൾ പോസിറ്റീവ് തന്നെയാണ് കാണുന്നത്. ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്. Two of Pentacles, King of Wands, Three of Pentacles. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ടുണ്ട്. അവർ ജഗ്ലിങ്ങിലാണ്. ഇവർ സ്റ്റുഡൻ്റ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. പേജ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് റിലേറ്റഡ് ഒരു കാർഡാണ്. അല്ല, ഈ കൺഫ്യൂഷൻ്റെ കാർഡ് വന്നത് രണ്ടും തന്നെ പെൻറ്റക്കിൾസിൻ്റെ കാർഡായിരുന്നു. 3 ഓഫ് പെൻറ്റക്കിൾസും 2 ഓഫ് പെൻറ്റക്കിൾസും. അങ്ങനെ വരുമ്പോൾ ഇവർ നിങ്ങളെ പ്രതി ഭയങ്കര അട്രാക്റ്റഡ് ആണ്, എല്ലാം ശരിയാണ്. പക്ഷേ അവർക്ക് അവിടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പോസിബിൾ ആയിട്ടില്ല. ഇവർക്ക് മൂന്നാമതൊരാൾ പൈസ കൊടുത്തിട്ടാണ് ഇവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയാലല്ലേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു ഫ്രീഡം കിട്ടുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ അവരവിടെ ജഗ്ലിങ്ങിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ നിങ്ങളോട് സ്നേഹമുണ്ടോ ചോദിച്ചാൽ സ്നേഹമുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നുള്ള രീതിയിൽ ഒരു തൽക്കാലം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റുഡൻ്റാണ്, അതുകൊണ്ടാണ്. ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ചുരുക്കി പറഞ്ഞാൽ അവിടെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഫുൾ മൂണിൻ്റെ എഫക്റ്റും ഉണ്ട്. ആ സിറ്റുവേഷനിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. Clarify King of Pentacles, clarify King of Pentacles, King of Pentacles. Okay, Ace of Cups, 4 of Wands, 9 of Cups. Okay, King of Pentacles. റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു അവിടെ തടസ്സമെങ്കിൽ അവർ നേരത്തെ നിങ്ങൾ കല്യാണത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കാണും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഫൈനാൻഷ്യൽ എസ്പെഷ്യലി അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കാണും കേട്ടോ. അവിടെ അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. കാരണം ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവിടെ അവർക്ക് അവരുടെ ജോബിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ട് അച്ചീവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അവരുടെ പ്രശ്നങ്ങൾ അവർ ഒരുവിധം സോൾവ് ആക്കിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാമെന്നവർ തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇന്നലെ ഭയങ്കരമായിട്ട് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക്, ഓവർവെൽമിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇനി അധികം വൈകിക്കേണ്ട, ഒരു കല്യാണത്തിലേക്ക് പോകാം, അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം. അവർക്ക് സെൽഫ് അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ജോബിലായാലും ലൈഫിലായാലും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊന്ന് വെയിറ്റ് ചെയ്യേണ്ട, മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. പലർക്കും ഒരു കല്യാണാലോചന അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. ക്ലാരിഫൈ 3 ഓഫ് കപ്സ്, ക്ലാരിഫൈ 3 ഓഫ് കപ്സ്, ക്ലാരിഫൈ 3 ഓഫ് കപ്സ്, ക്ലാരിഫൈ 3 ഓഫ് കപ്സ്. The Fool, King of Cups, Wheel of Fortune, Wheel of Fortune. ഓക്കെ, നിങ്ങളെ അതായത് ഇവരുടെ ലൈഫിലുള്ള ഒന്നുകിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവരുടെ സ്പൗസ് ആയിരിക്കാം, അല്ലാത്ത ഫാമിലി ആയിരിക്കാം, റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ തടസ്സങ്ങളായിരിക്കാം. അതുകൊണ്ട് നിങ്ങളൊന്ന് ഫ്രണ്ട് സോൺ ചെയ്ത് കാണും. ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകാം, തൽക്കാലം ഒരു തീരുമാനം ഇപ്പോൾ എടുക്കണ്ട എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. അതായത് ആ ഫ്രണ്ട് സോൺ മാറിയിട്ട് അവരുടെ മനസ്സിൽ സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുന്നു. കിങ് ഓഫ് കപ്സ് അവർക്ക് മനസ്സിലായി, ഒരു ചിന്ത വന്നിട്ടുണ്ട്.
എനിക്ക് ഇവരോട് സ്നേഹമാണ് എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടല്ലോ, അത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസിൽ വരുന്നതായിട്ട് കാണുന്നു. ഇവർ റിസ്ക് എടുത്ത് എന്ത് റിസ്ക് തന്നെ ആയാലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം തുറന്നു പറയുന്നതായിട്ട് കാണുന്നു കേട്ടോ. അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് അവർ വരെ ഫ്രണ്ട് സോണിൽ നിന്നും ആ ഒരു ലവേഴ്സ് എനർജിയിലേക്ക് അവർ വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സമയം വളരെ പോസിറ്റീവായിട്ട് മാറി വരുന്നതായിട്ട് ആണ് അവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫേവറിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന് 9 ഓഫ് സോർട്സ് ആയിരുന്നേ. കുറച്ച് നീക്കി ക്ലാരിഫൈ 9 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 9 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 9 ഓഫ് സോർട്സ്. ഒരു തടസ്സം അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും. ടവറും വന്നു, പക്ഷേ കൂടെ വന്ന കാർഡ്സ് 9 ഓഫ് സ്വാർഡ്സ്, ടവർ, 2 ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ്. ഇത് നിങ്ങളിലൊരു എക്സാണ്. അവർ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ വിട്ടുപോകേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ വിട്ടുപോയതിന് ശേഷം അവർക്ക് റിയലൈസേഷൻ വന്നു, നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല, അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു റിയലൈസേഷൻ അവർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ അവരൊരു റീയൂണിയൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കും. ഇവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു ടവർ മൂവ്മെൻ്റ് ഉണ്ട്. എന്ത് തന്നെ ആയാലും ഒന്നുകിൽ അവിടെ അവർക്ക് ഒരു സ്പൗസോ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും ഒരു ടവർ വരാൻ, ഒരു തടസ്സം അവിടെ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഉണ്ട്. പക്ഷേ ആ ടവർ മൂവ്മെൻറ്റിനെ തരണം ചെയ്തുകൊണ്ട് നിങ്ങളെ കാണാനായിട്ട് നിങ്ങളോട് അവർക്ക് സ്നേഹമാണ്, മ്യൂച്വൽ ലവ് ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളെ കാണാൻ വരാൻ വേണ്ടിയിട്ട്, കാണാമോ സംസാരിക്കാമോ എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ഒന്നുകിൽ ഇത് നിങ്ങളുടെ എക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു തടസ്സമുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായ ഒരു തടസ്സമുണ്ട്. അത് തരണം ചെയ്ത് അവർ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആദ്യത്തെ കാർഡ് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു നെഗറ്റീവ് കാർഡാണെന്ന്. എന്തായാലും അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഒരു പോസിറ്റീവ് നോട്ടിലായിരുന്നു അല്ലേ. അപ്പോൾ ഇത്രയും പോരെ. ഇതൊക്കെയാണ് ഫുൾ മൂൺ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചേഞ്ചസ്. കൂടുതലായിട്ടും പോസിറ്റീവ് തന്നെ ആയിരുന്നു അല്ലേ. വളരെ കുറച്ച് മാത്രമാണ് നമുക്കൊരു നെഗറ്റീവ് വന്നത്. ഏതൊക്കെ ആർക്കൊക്കെ റെസനേറ്റ് ആയോ അത് മാത്രം എടുക്കുക കേട്ടോ. ബാക്കി അങ്ങനെ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. അതേപോലെ ജനറൽ റീഡിംഗ് തീരെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്, യാതൊന്നും മാച്ച് ആവുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ്ങിന് പോകുന്നതായിരിക്കും നല്ലത്. എൻ്റെ അടുത്ത് തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒരുപാട് ടാരോ റീഡേഴ്സ് ഉണ്ട്. എവിടെയെങ്കിലും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്താണ് എക്സാക്റ്റ് സിറ്റുവേഷൻ എന്നുള്ളത് കേട്ടോ. വെറുതെ ഈ ടെൻഷൻ അടിച്ചിരിക്കാതെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, രീതിയിൽ മെമ്പേഴ്സ് ലൈവ് ഞാൻ പറയാം. ഒരു ചെറിയ തടസ്സം വീണ്ടും വന്നിട്ടുണ്ട്. മെമ്പേഴ്സ് ലൈവ് ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ. അടുത്തത് തീർച്ചയായിട്ടും മെമ്പേഴ്സ് ലൈവ് തന്നെയാണ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബേഴ്സിന് 2-3 ലൈവായി. ഇപ്പോൾ കുറേ നാൾ ഇടയ്ക്ക് വരാതിരുന്നുകൊണ്ടാണ്. കാരണം എല്ലാവർക്കും പേഴ്സണൽ റീഡിങ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൂടുതലായിട്ട് സബ്സ്ക്രൈബേഴ്സ് ലൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. മെമ്പേഴ്സിനെ മറന്നിട്ടില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഹൈപ്പും കൂടെ ചെയ്ത് തരണേ. അതേപോലെ വേറെന്താണ്, അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.